ഹലോ 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 മൈക്ക് ടെസ്റ്റിംഗ് 1 2 3 ഹലോ ഹലോ. അവനെന്താ വരാത്ത? മൈക്ക് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കിയതാ. സോറി. അവിടെ 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 വോളിയം 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 റൈസ്. വോളിയം 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 റൈസ്. വോളിയം അല്പം കൂടെ. വോളിയം 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 റൈസ്. ഏയ് മതി 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 മതി. കുറച്ചോ 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 കുറച്ചോ. വോളിയം കുറക്കി 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 കുറക്കി. എടാ തെണ്ടികളെ, ഞാനിവിടെ ശ്വാസം പിടിച്ച് മൈക്ക് ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. അതിനിടയ്ക്ക് നിന്റെ ഒരു ചായ കുടി. എടാ സൗണ്ട് തോമേ, സ്പീക്കറും മൂഫറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടല്ലോ. ഓ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട്. ദേ അവന്റെ കാര്യം ഞാൻ നോക്കാം. പ്രസിഡന്റ്, ഞാൻ വോളിയം കൂട്ടാ. കുറച്ച് വോളിയം റൈസ് റൈസ് കുറച്ചും കൂടെ കുറച്ചും കൂടെ കുറച്ചും കൂടെ റൈസ് കുറച്ചും കൂടെ കുറച്ചും കൂടെ കുറച്ചും കൂടെ. പോരാ 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 പോരാ. കുറച്ചുകൂടെ റൈസ് കുറച്ചുകൂടെ റൈസ് കുറച്ചുകൂടെ 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 കുറച്ചുകൂടെ. സൂപ്പർ. മതി മതി മതി. എടാ അവനെ കണ്ട് പഠിക്കേ. നമസ്കാരം ഗൗഡറെ. എടാ സൗണ്ട് തോന്നാ. ദേ ഇത് എടുത്തോണ്ട് സ്റ്റേജിൽ കയറി ഇതിലുള്ളത് പൊലിപ്പിച്ച് പറഞ്ഞ് എന്നെ വലിയ ആളാക്കണം കേട്ടോ. കൊടുത്തോ പ്രസിഡന്റ്. ഇതിനൊക്കെ ഇയാളെന്തിനാ? ഇപ്പൊ ഞാൻ സ്റ്റേജിൽ പോയിട്ടെ പ്രസിഡന്റിനെ പറ്റി കൊടുക്കാമെന്ന ബിൽഡപ്പ് കണ്ടോ? സമാധാനിക്ക് സമാധാനിക്ക് സമാധാനിക്ക്. ഇക്കാലത്ത് ഒരു ചെറിയ കാര്യം നടത്താൻ പോലും 4-5 പേർ കൂടണം. അങ്ങനെയുള്ള ഇക്കാലത്ത് ഈ ഉത്സവത്തിന്റെ മുഴുവൻ ചുമതലകളും തന്റെ ചുമലിലേന്തിയ ഒരു മനുഷ്യൻ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട്. നമ്മൾക്കെല്ലാം പ്രിയപ്പെട്ടവനും ഈ നാടിന്റെ അഭിമാനവുമായ ഏവരുടെയും കണ്ണിലുണ്ണിയായ കോഹിന്നൂർ കോണ്ടം തെറ്റിപ്പോയി കോഹിന്നൂർ ഡയമണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ചന്ദ്രശേഖരൻ. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി കല്ലി വല്ലി യുവജന സംഘത്തിന്റെ പ്രസിഡന്റുമായ ശ്രീ ചന്ദ്രശേഖരനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ചന്ദ്രശേഖരൻ കീ, ചന്ദ്രശേഖരൻ കീ. വേണ്ടായിരുന്നു. എന്നെ പിടിച്ചോ. കാലത്ത് പാടത്തിറങ്ങി വൈകുന്നേരം വരെ അധ്വാനിച്ച് മണ്ണിൽ വൈരം വിളയിക്കുന്ന പ്രിയപ്പെട്ട കർഷകരെ, ഗ്രൂപ്പ് സ്റ്റഡിയിൽ നിന്ന് കള്ളം പറഞ്ഞ് ഗ്രൂപ്പായി വന്നിരിക്കുന്ന വിദ്യാർത്ഥികളെ, കണ്ണാടിയിൽ നോക്കി കണ്ണാടി പോലെ മുഖമിനിക്ക് വന്നിരിക്കുന്ന തരുണീമണികളെ, വലിയ കുങ്കുമപ്പൊട്ടിട്ട് വന്നിരിക്കുന്ന ആന്റിമാരെ, കപ്പട മേശയുള്ള അങ്കിൾമാർ, നിങ്ങളെ ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കല്ലി വല്ലി യുവജന സംഘം. മാന്യ മഹാജനങ്ങളെ, ഇരുട്ടിൽ കിടക്കുന്ന ഗ്രാമത്തിലേക്ക് ഏതു മന്ത്രിക്കും വെളിച്ചം കൊണ്ടുവരാൻ കഴിയും. കുടിവെള്ളക്ഷാമമുള്ള ഗ്രാമത്തിലേക്ക് ഏതു പണക്കാരനും കുടിവെള്ളം എത്തിക്കാൻ സാധിക്കും. അതുപോലെ ഇന്ന് ഇവിടേക്ക് നർത്തകി കുമ്പിടി ശാന്തയെ കൊണ്ടുവന്നത് സൂര്യനെ കൊണ്ടുവന്നതിന് തുല്യമാണ്. മരുഭൂമിയിൽ മഴ പെയ്യിച്ചതുപോലെയാണ്. ഇതെല്ലാം ഇന്ന് ചെയ്തിട്ടുള്ള കല്ലി വല്ലി യുവജന സംഘത്തിന്റെ പ്രസിഡന്റ് ആണെന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. എടോ കുമ്പിടി ശാന്തിയെ വേഗം വിളിക്ക്. ചളവാക്കണ്ട. കുമ്പിടി ശാന്ത എത്തിക്കഴിഞ്ഞു. കുമ്പിടി ശാന്തയ്ക്ക് കല്ലി വല്ലി യുവജന സംഘത്തിന്റെ വെട്ടിക്കൊന്നുകളെ ഞാൻ. Get naughty, get naughty. Get naughty, get naughty. Get naughty, get naughty. Get naughty, get naughty. Get on the floor and let's all party. Get naughty, get naughty. Get on the floor and naughty. ടിവിയിൽ അവിടെ ഇവിടെ എത്താത്ത ഡ്രസ് ഇട്ട് ഡാൻസ് കണ്ട TV സ്വന്തം ടവല് കൊണ്ട് മൂടുന്ന ഈ ഗൗണ്ടറിന്റെ മുമ്പിൽ ഇതെന്ത് കൂത്താ നടത്തുന്നേ? ഏയ് ഇങ്ങേർക്ക് കാണാൻ ഇഷ്ടമില്ലെങ്കിൽ ആ തോർത്തെടുത്തോണ്ട് നിങ്ങളുടെ മോന്തയ്ക്ക് ഇട്ട് കൊടുക്കും. അവരപ്പോഴേ നിർത്തി. ദേ ഗൗണ്ടറെ, കല ആസ്വദിക്കാൻ അറിയില്ലെങ്കിലും അപമാനിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കൊടുക്കും നിങ്ങളുടെ വാലുകൾക്ക്. ഏയ് എന്താണ് കല? ശരീരഭാഗങ്ങൾ കാണിച്ച് തുള്ളുന്നതാണോ കല? ഡാൻസ് ഒക്കെ നമ്മുടെ കാലത്ത് ഓരോരോ സ്റ്റെപ്പും നെഞ്ചിനുള്ളിൽ പതിഞ്ഞിരിക്കുന്നു. കൗണ്ടറെ, നിങ്ങളുടെ കാലത്ത് സിനിമയിൽ ഹീറോ ഹീറോയിൻ ഒന്ന് തൊടുമ്പോഴേക്കും പാട്ട് തീരും. ഹീറോയിനും ഹീറോയും ഡാൻസ്. അതൊക്കെ ഒരു തരം കെമിസ്ട്രിയാ കൗണ്ടറെ. കിളവന്മാർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാലിങ്ങനെ ഞൊണ്ടി ഞൊണ്ടി നടക്കുന്നതാണ് ഡാൻസ് എന്ന അവരുടെയൊക്കെ വിചാരം. എന്താ പറഞ്ഞ നമ്മുടെ ഗൗണ്ടർക്ക് ഡാൻസ് അറിയില്ലെന്നാ? എടോ, ഒരു കാലത്ത് നമ്മുടെ ഗൗണ്ടറിന്റെ ഡാൻസ് കണ്ടിട്ടേ കല്ലും മണ്ണും പുല്ലും ഒക്കെ താളം പിടിച്ചിട്ടുണ്ട്. മനസ്സിലായടാ? കണ്ണാടി,
ഇയാള് വേണമെങ്കിൽ റിയാലിറ്റി ഷോയിലെ ജഡ്ജി ആയിട്ട് പോ, അവിടെ ചെലവാകും ഇതൊക്കെ. അങ്കിൾമാരെ, ഇപ്പൊ ട്രെൻഡൊക്കെ മാറിപ്പോയി. ഞങ്ങളൊരു ഡാൻസ് കളിക്കാം, നിങ്ങൾ നോക്കി പഠിക്ക്. ഡാ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ഞങ്ങളുടെ ഗവർണർ മനസ്സുമാറി സ്റ്റേജിൽ കയറി സ്റ്റെപ്പ് വെച്ചോ കുഴിമാടത്തിൽ കിടക്കുന്ന മൈക്കിൾ ജാക്സൺ വന്ന് ബീസിലടിക്കും. നിങ്ങളെല്ലാം വെല്ലുവിളിക്കുക. ഞങ്ങളുടെ ഗവർണറിന്റെ കാലത്തുള്ള ഒരു പാട്ടിനനുസരിച്ച് നീയൊക്കെ ഒന്ന് സ്റ്റെപ്പ് വയ്ക്കടാ. എന്നാ സമ്മതിക്കാൻ നിന്റെയൊക്കെ കഴിയും. കിളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് 100-ന്റെ നോട്ട് കൊണ്ടാറാട്ട്. കണ്ണനെ നീ എന്നെ കെട്ടിയില്ലെങ്കിലോ കണ്ണീരിലാണെന്റെ നീരാട്ട്. കിളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് 100-ന്റെ നെഞ്ചിൽ കൊണ്ടു കരുകരുത്തു ഞാൻ. ചിരിമഴ നനയുമ്പോൾ വെളുവെളുത്തു. പെണ്ണിറങ്ങി ഇറങ്ങി ഇറങ്ങിയില്ല സോന സോന, നീ ഒന്നാം നമ്പർ അടിമുടി വടി വഴകിൽ ഒന്നാം നമ്പർ. Shake it up, shake it up, baby, shake a little off that body. Shake it up, shake it up, shake it up. Pump it up, and a little off that body. Pump it up, pump it up, pump it up. ചെമ്പവില ചുണ്ട് ആവിധം പെണ്ണുങ്ങൾ ഭൂമിയിലുണ്ടോ? മാനത്ത് നെങ്ങാനും പൊട്ടി വീണോ? വന്നാട്ടെ പോയി നോക്കാം തങ്കക്കൂടം. ഈ വയറും തലയും ഞാൻ സൂക്ഷിച്ചോളാം. രണ്ട് കണ്ണ് കണ്ട് രണ്ട് കണ്ണ് കതകിൻ മറവിൽ നിന്ന് കരിനില കണ്ണുള്ള പെണ്ണ്, കുറുനിര പറത്തണ പെണ്ണ്. I like it. ഇതൊരു സഹോദരൻ സഹോദരിക്ക് നൽകുന്ന സമ്മാനമായിട്ട് കണ്ടാൽ മതി. സമ്മാനമോ? എന്തിനാ വെറുതെ ഇതൊക്കെ? നിങ്ങൾ എനിക്ക് ചെയ്ത സഹായത്തിന് ഇത് പോരെന്ന് എനിക്കറിയാം. ഇത് സഹായമാണെന്ന് പറയരുത്. ഒരു SI എന്ന നിലയിൽ ഉത്സവത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടത് എന്റെ കർത്തവ്യമല്ലേ? അയ്യോ, ഞാൻ പറഞ്ഞത് അതല്ല. ഞങ്ങളുടെ പരമ്പരയിൽ ഇതുവരെ ആരും 10ാം ക്ലാസ് പാസ്സായിട്ടില്ല. എൻ്റെ മകൾ ഈ വർഷം +2 ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായിരിക്കുന്നത്. അന്ന് നിങ്ങൾ ആ കല്യാണം നിർത്തിയില്ലായിരുന്നെങ്കിൽ ഇന്നിങ്ങനെയെല്ലാം സംഭവിക്കുമോ? ജീവിതകാലം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കും. അയ്യോ, ഇങ്ങനെയൊക്കെ പറയേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾക്ക് നന്ദി അറിയിക്കണമെന്നുണ്ടെങ്കിൽ അത് ആ ചന്ദ്രുവിനോട് പറഞ്ഞാൽ മതി. ചന്ദ്രുവിനോ? നമ്മുടെ ചന്ദ്രുവിനോ? അതെ ഗൗണ്ടറെ, അന്ന് സ്റ്റേഷനിൽ വന്ന് ആ കല്യാണം നിർത്തണമെന്ന് കംപ്ലൈന്റ് തന്നത് ആ ചന്ദ്രുവാണ്. ഞാനത് നിർത്തിയെന്നേ ഉള്ളൂ. എല്ലാ ക്രെഡിറ്റും പോകേണ്ടത് ആ ചന്ദ്രുവിനാണ്. കഴുതയ്ക്കറിയോ കർപ്പൂര വാസന? നമ്മുടെ ചന്ദ്രുവിനെ പറ്റി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. എന്ന് ശരി ഗൗണ്ടറെ. ഓ, ആയിക്കോട്ടെ. ഞാൻ അന്നേ പറഞ്ഞല്ലേ, ആരും കേട്ടില്ല എന്റെ വാക്ക്. ഗൗണ്ടറെ, ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. അവനൊരു പാഠം പഠിപ്പിച്ചാൽ മതിയാവൂ. ശരിയാ ഗൗണ്ടറെ, മുട്ടയുടെ കാതരിഞ്ഞ പോലെ ഇവന്റെ തല നമുക്ക് അരിഞ്ഞു വീഴ്ത്തണം. ആ കത്തിങ് തരിക, എന്റെ കൈ ധരിക്കണു. ജയിലിൽ പോയാലും സാരമില്ല. ഗൗണ്ടറെ, എന്റെ ഞരമ്പുകളിൽ രക്തം തിളച്ചു മറിയുകയാണ്. ആന ഉറങ്ങിക്കിടക്കണ സമയത്ത് ഒരു എറുമ്പ് വന്ന് തുമ്പിക്കൈ കയറിയതുപോലെയുണ്ട്. എനിക്കിത് സഹിക്കുന്നില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യണം. എന്താ ഇങ്ങനെ കല്ല് പോലെ നിൽക്കുന്നേ?